ജാർഖണ്ഡിലാണ് ഇന്നിപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര എത്താൻ പോകുന്നത്. ജാർഖണ്ഡിലെ രാഷ്ട്രീയ സാഹചര്യം കലുഷിതമായി തുടരുകയാണ്. കാരണം ഭരണകക്ഷി MLA മാർ മുഴുവൻ കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനമായ ഹൈദരാബാദ്, തെലങ്കാനയുടെ തലസ്ഥാനമായിട്ടുള്ള ഹൈദരാബാദിലാണ്. കാരണം പല കോൺഗ്രസിന്റെയും JMM-ന്റെയും MLA-മാർക്ക് ഭരണപക്ഷത്ത് തുടരാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പലരും BJP ക്യാമ്പുമായി തുടർച്ചയായ സമ്പർക്കത്തിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഭരണപക്ഷി MLA-മാരെ ഇപ്പോൾ തെലങ്കാനയിലേക്ക് ഇന്നലെ ഉച്ചയോടുകൂടി സർക്കാർ മാറ്റിയിരിക്കുന്നത്. ഫ്ലോർ ടെസ്റ്റ് നടക്കുന്ന തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മാത്രമേ ഇവരെ പ്രത്യേക വിമാനത്തിൽ തിരികെ റാഞ്ചിയിലേക്ക് എത്തിക്കുകയുള്ളൂ. റാഞ്ചിയിൽ ഇവർ തുടർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കൂറുമാറാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ INDA മുന്നണിയുടെ ഭാഗമായിട്ടുള്ള JMM-ന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും MLA-മാരെ ഇപ്പോൾ റാഞ്ചിയിൽ നിന്നും ഹൈദരാബാദിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്നലെ ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. നമുക്കറിയാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത ഒരു പശ്ചാത്തലം. വിവിധ കേസുകളിൽ ഹേമന്ത് സോറനെതിരെ ED അന്വേഷണം തുടരുകയാണ്. ഇന്നലെ കോടതി ഒരാഴ്ചത്തെ കസ്റ്റഡി കാലാവധിയിലേക്ക് ഹേമന്ത് സോറനെ അയച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. പക്ഷേ അപ്പോഴും രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുകയാണ്. പല MLA-മാരും സർക്കാരിനെതിരെ രംഗത്തെത്തുന്നു. ഏതാണ്ട് 4 MLA-മാർ ഇതിനകം തന്നെ പ്രതിപക്ഷ ക്യാമ്പുമായി സഹകരിച്ചു തുടങ്ങിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ ഭാരത് ജോഡോ യാത്ര ജാർഖണ്ഡിലേക്ക് എത്തുന്നത്. ഗൗതം പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഭാരത് ജോഡോ ന്യായ യാത്ര ജാർഖണ്ഡിലേക്ക് എത്തുന്നു. ജാർഖണ്ഡിലെ പ്രതിസന്ധി മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും ഇന്ത്യ സഖ്യകക്ഷികൾ എപ്രകാരമാണ് പ്രതിസന്ധി നേരിടുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. എന്തായാലും ഈ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ ഭാവി അത് ദിവസങ്ങളായി ദേശീയ മാധ്യമങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ചർച്ച ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇത് പൂർണ്ണമായും അനിശ്ചിതത്വത്തിലെത്തിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയേണ്ടി വരുമല്ലേ ഗൗതം? കാരണം നിരവധി കാര്യങ്ങളുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം മമതാ ബാനർജി കോൺഗ്രസിനെ പരിഹസിച്ച് തന്നെയാണ് ആ പൊതുസമ്മേളനത്തിൽ വാക്കുകൾ എറിഞ്ഞതും. കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന, മിസോറാം ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തു വന്നപ്പോൾ INDA മുന്നണി തകർന്ന് നിലംപരിശാകുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് മുന്നണി സംവിധാനമായി മത്സരിക്കേണ്ടതില്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസ് 3 സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും തോൽക്കുന്നു. ആകെ തെലങ്കാനയിൽ മാത്രമാണ് അവർക്ക് ഭരണം പിടിക്കാൻ സാധിച്ചത്. അതോടുകൂടി INDA മുന്നണിയുടെ ഭാവി ഏതാണ്ട് അനിശ്ചിതത്വത്തിലായി കഴിഞ്ഞു. അതായത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുചിത്രമായാണ് രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തെ പൊതുവെ സമൂഹം വിലയിരുത്തുന്നത്. അതിനാൽ INDA മുന്നണിക്കകത്ത് നിൽക്കുന്ന കക്ഷികൾക്കും കൃത്യമായി തന്നെ കാര്യം മനസ്സിലാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ഒരു വലിയ തരംഗം, ഒരുപക്ഷെ ഒരു 400 സീറ്റിലേക്ക് BJP എത്താനുള്ള സാധ്യതയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഓരോ മുന്നണി നേതാക്കൾ INDA മുന്നണി വിട്ടുപോകുന്നത്. നിലവിൽ മമതാ ബാനർജി തുടർച്ചയായി കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസിനെ പരിഹസിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. 40 സീറ്റ് പോലും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ കടക്കില്ല എന്ന പരിഹാസമാണ് മമതയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. നിതീഷ് കുമാർ, ഈ മുന്നണിക്ക് തുടക്കം കുറിച്ച നിതീഷ് കുമാർ ഇതിനകം തന്നെ മുന്നണി വിട്ട് മറ്റൊരു പാളയത്തിലേക്ക് NDA-യിലേക്ക് തിരിച്ചെത്തുന്ന സാഹചര്യമുണ്ടായി. ജാർഖണ്ഡിലെ സാഹചര്യമാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത്. ഉത്തർപ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സീറ്റ് ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ അഖിലേഷ് യാദവ് 16 ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് അവിടെ 20ഓളം സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിന് വളരെ ചുരുക്കം സീറ്റുകൾ മാത്രമേ നൽകാനാകൂ എന്ന് അഖിലേഷ് യാദവ് ഇതിനകം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും പ്രശ്നം നിലനിൽക്കുകയാണ്. ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും INDA മുന്നണിക്കകത്ത് വലിയ പൊട്ടിത്തെറിയും പ്രതിസന്ധിയും ഉണ്ടാകുന്നു. കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് മറ്റു മുന്നണികൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിനാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന കാലയളവ് വരെ പോലും ഈ മുന്നണി മുന്നോട്ട് പോകുമോ എന്ന് കണ്ടറിയണം. അനു.